അടിമ വീടായ മിസ്രൈം ദേശത്തു നിന്ന് നിന്നെ കൊണ്ടുവന്ന യഹോവയായ ഞാൻ നിന്റെ ദൈവമാകുന്നു. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 2-ാമത്തെ വാക്യം. പ്രഭാതത്തിൽ വചനം കേൾക്കുന്ന ഏവർക്കും സ്നേഹവന്ദനങ്ങൾ. നാം വായിച്ച ഭാഗം ദൈവം മോശയിൽ കൂടെ തന്റെ ജനത്തിന് നൽകിയ 10 കൽപ്പനകളിൽ ആദ്യത്തെ കൽപ്പനയ്ക്ക് മുമ്പായി പറയുന്ന ഭാഗമാണ്. ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ ഉണ്ടാകരുത്. അതാണല്ലോ 1-ാമത്തെ കൽപ്പന. കാരണം അടിമ വീട്ടിൽ നിന്ന് നിന്നെ വെടിവെച്ചു കൊണ്ടുവന്ന നിന്റെ ദൈവമായ യഹോവയാണെന്ന് നീ ഓർക്കണം. ആ ദൈവത്തെ മാത്രമേ നീ ആരാധിക്കാവൂ. ഈ കൽപ്പന തന്നെ പുതിയ നിയമത്തിലും അപ്പോസ്തലന്മാർ എഴുതിയിരിക്കുന്നു. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചു കിടന്നവരും അന്യ ദൈവങ്ങളെ സേവിച്ച് അവയ്ക്ക് അടിമപ്പെട്ട് കിടന്ന എഫെസോസുകാരോട് പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, കുഞ്ഞാടിന്റെ രക്തത്താൽ ഇസ്രായേലിനത്തെ അടിമ വീടായ മിസ്രൈമിൽ നിന്ന് വിടുവിച്ചതിന്റെ പൊരുളായി യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വിടുതൽ നൽകി ക്രിസ്തുവിനോടുകൂടെ സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തുകയും ചെയ്ത ശേഷം പറയുകയാണ്, എല്ലാവർക്കും മീതെയുള്ളവനും എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവനും എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ എന്ന് എഫെസോസുകാരോട് പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശനായി നമ്മെ പ്രാപ്തരാക്കുകയും നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കുകയും ഒക്കെ ചെയ്ത പിതാവിനെ സന്തോഷത്തോടെ ആരാധിക്കണമെന്ന് കൊലോസ്യ വിശ്വാസികളോടും കൽപ്പിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ആയതിനാൽ നാം നമ്മുടെ ദൈവത്തെ സ്നേഹിക്കണം. എങ്ങനെ സ്നേഹിക്കണം? 1 യോഹന്നാൻ 3:18. കുഞ്ഞുങ്ങളെ, വാക്കിനാലും നാവിനാലുമല്ല പ്രവൃത്തിയിലും സത്യത്തിലും അവനെ സ്നേഹിക്കണമെന്നാണ് യോഹന്നാൻ ഉദ്ബോധിപ്പിക്കുന്നത്. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല, സ്വർഗസ്നായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കിടക്കുന്നത്. ജീവിതത്തിൽ വ്യത്യാസമൊന്നുമില്ലാതെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നത് കൊണ്ട് മാത്രം യാതൊരു കാര്യവുമില്ല എന്ന് മത്തായിയുടെ സുവിശേഷത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. പൗലോസ് അപ്പോസ്തലൻ സകല വിശ്വാസികളോടുമായി പറയുന്നു, എഫേസ്യർ 2:12, ഒരു കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവരും ഇസ്രായേൽ പ്രവൃത്തിയോട് സംബന്ധമില്ലാത്തവരും വാഗ്ദത്ത നിയമങ്ങൾക്ക് അന്യരും പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവമില്ലാത്തവരുമായിരുന്നുവെന്ന് ഓർത്തുകൊള്ളുവീൻ. എന്നാൽ ഇന്ന് നിങ്ങൾ ക്രിസ്തുയേശുവിന്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നു. അങ്ങനെയുള്ള നമ്മിൽ നിന്നും കർത്താവ് ആഗ്രഹിക്കുന്നത് എന്താണ്? നമ്മെ വിളിച്ചിരിക്കുന്നവന്റെ വിളിക്ക് യോഗ്യമാവണ്ണം പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ആത്മാവിന്റെ ഐക്യത സമാധാനത്തിൽ കാക്കുകയും ശ്രമിപ്പാൻ ചെയ്യണം. അപ്രകാരമായി തീരുവാൻ ദൈവത്തിന്റെ കൃപ നമുക്ക് തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിന് ദൈവം നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ പ്രഭാതത്തിൽ തന്നെ വചനത്തിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. ഒരു കാലത്ത് ദൂരസ്ഥനായിരുന്ന ഞങ്ങളെ അങ്ങയുടെ രക്തത്താൽ സമീപസ്ഥനായി തീർന്നതിനെ കുറിച്ച് ഓർക്കുവാൻ ഞങ്ങൾക്ക് എന്ന അവസരത്തിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. താവി, അങ്ങ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് വിളിച്ചവന്റെ വിളിക്ക് യോഗ്യമാവണ്ണം പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കണമെന്നും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കണമെന്നും ആത്മാവിന്റെ ഐക്യത സമാധാനത്തിൽ കാക്കുവാൻ ശ്രമിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങളെ കേൾപ്പിച്ച കൃപകൾക്കായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവേ, ദൈവമേ, അങ്ങയുടെ വഴിയിൽ തന്നെ നടക്കുവാൻ, അങ്ങേ കർത്താവെ ഘോഷിപ്പാൻ, അങ്ങേ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് ഏവർക്കും കൃപ വന്നാട്ട്. വചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിച്ചാട്ട് കർത്താവേ. അവർക്കൊക്കെ കൊടുക്കുന്ന അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കുമായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. തുടർന്ന് അവരെ പരിപാലിക്കണം കർത്താവേ. ഓരോ വർഷവും ദാനം തരുമ്പോൾ അങ്ങയുടെ കൃപകളെ കുറിച്ച് ഒന്നുകൂടെ ഓർക്കുവാൻ ഞങ്ങൾക്ക് തരുന്ന അവസരത്തിനായി നന്ദിയോടെ സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി സ്തുതിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ സ്തുതി നാമത്തിൽ തന്നെ, ആമേൻ. വിളിച്ച ദൈവം വിശ്വസ്തനല്ലോ, വഴിയിൽ വലഞ്ഞു ഞാനലയാനിടാ. വിളിച്ച ദൈവം വിശ്വസ്തനല്ലോ, വഴിയിൽ വലഞ്ഞു ഞാനലയാനിടാ. വരികയില്ല, അവനെന്നെ പിരികയില്ല.
മറഞ്ഞു